ഇന്നലെ വടക്ക് കിഴക്കൻ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയുടെ മുൻനിരയിലിരുന്ന ചിലരെ കണ്ട് റാലിക്കെത്തിയവർ അമ്പരന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, ആ റാലിയുടെ മുൻനിരയിൽ ഇരുന്നവരൊക്കെ വിദേശികളായിരുന്നു എന്നുള്ളത് തന്നെയാണ് അമ്പരപ്പിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും മുൻനിരയിൽ ഇരുന്നത് സിംഗപ്പൂർ ഹൈക്കമ്മീഷൻ സൈമൺ വോങ്, ഒപ്പം തന്നെ നേപ്പാൾ അംബാസഡർ തുടങ്ങിയവർ അടങ്ങുന്ന ഒരു പ്രതിനിധി സംഘം, അതായത് ലോക രാജ്യങ്ങളുടെ ഒരു പ്രതിനിധി സംഘം ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയ എങ്ങനെ പോകുന്നു, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകൾ എന്ന് അറിയുന്നതിന് വേണ്ടി എത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയിൽ ഇവർ പങ്കെടുത്തത്. ഇതിൻ്റെ ചിത്രങ്ങളും മറ്റും ഈ സൈമൺ വോങ് തൻ്റെ എക്സിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അദ്ദേഹം പറയുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു മഹത്തരമായ ഒരു രംഗമായിരുന്നു എനിക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ജനങ്ങൾ ദേശീയ പതാകയും അതുപോലെ BJP പതാകയും ഒക്കെ വീശി പ്രധാനമന്ത്രിയെ വരവേൽക്കുമ്പോൾ അവർക്ക് നേരെ കൈവീശി പ്രധാനമന്ത്രി അവർക്ക് നൽകുന്ന ആ ഉത്തേജനം വളരെ വലുതാണ്, തങ്ങൾക്കും ആ ഒരു കരുത്ത് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി ലഭിച്ചു എന്നുകൂടി സൈമൺ വോങ് പറഞ്ഞു വെക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.